20 മിനിറ്റ് ഉപയോഗപ്പെടുത്തി ഉസ്താദ് റഹ്മത്തുള്ളാഹി ഖാസിമി മത്തോടം ആത്മീയ സംഗമത്തിന് ഉദ്ബോധനം നടത്തുന്ന ഉസ്താദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ ശഫീഉൽ മുദ്നിബീൻ ഇമാമിൽ മുത്തഖീൻ റസൂൽ റബ്ബിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സഹപ്രവർത്തകരെ, അല്ലാഹു ഇത് സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ബഹുമാനപ്പെട്ട മജ്ലിസ് നൂറിന്റെ ആത്മീയ സദസ്സിന് തൊട്ട് മുമ്പുള്ള വളരെ കുറഞ്ഞ സമയമുള്ള ഒരു ഉത്ബോധന സംസാരത്തിലാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മനുഷ്യൻ 2 ഗുണങ്ങളാൽ സമഞ്ജസമായ സൃഷ്ടിയാണ്. ഒന്ന്, മനുഷ്യൻ ഒരു നിലക്ക് അവൻ ജീവിയാണ്. രണ്ടാമത്തെ നിലക്ക് അവൻ മനുഷ്യനാണ്. ഇവനിൽ ജീവിയുടെ ഗുണവുമുണ്ട്, മനുഷ്യന്റെ ഗുണവുമുണ്ട്. മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നു എന്നത് അവന്റെ ജീവനെ നിലനിർത്താനും വളർത്താനും ഉപകരിക്കുന്നു. മനുഷ്യൻ വെള്ളം കുടിക്കുന്നത് അവന്റെ ജീവനെ നിലനിർത്താനും വളർത്താനും ഉപകരിക്കുന്നു. മനുഷ്യന്റെ ശാരീരികമായ മറ്റു ബന്ധങ്ങൾ, നിർവൃതികൾ, ഇണചേരലുകൾ ഇതെല്ലാം അവന്റെ ജീവഗുണമാണ്. അവന്റെ ജീവന്റെ നിർവൃതിയും ജീവനുമായി ബന്ധപ്പെട്ടതുമാണ്. എന്നാൽ അവനെ മനുഷ്യനാക്കുന്ന ഘടകം ഇതൊന്നുമല്ല. മനുഷ്യനാക്കുന്ന ഘടകം പ്രധാനമായും 3 അവയവവുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന്, മനുഷ്യന്റെ കണ്ണ്. ഒന്ന്, മനുഷ്യന്റെ ചെവി. 3, അതിൽ നിന്ന് വേണ്ടത് ലഭിച്ച് സ്വീകരിക്കുന്ന അവന്റെ ഹൃദയം. അതുകൊണ്ടെല്ലാം തന്നെ മനുഷ്യനായി തീരുന്നത് 2 അവസ്ഥയിലാണ്. ഒന്ന്, മനുഷ്യൻ കാണപ്പെടേണ്ടതിനെ കാണുക. 2, മനുഷ്യൻ കേൾക്കപ്പെടേണ്ടതിനെ കേൾക്കുക. അപ്പോൾ അവൻ യഥാർത്ഥ മനുഷ്യനായിത്തീരും. ഇല്ലെങ്കിൽ അവനിലെ ബശരീയത്ത് ശോഷിച്ചു പോവുകയും അവനിലെ മൃഗത്വം, ഹയവാനിയത്ത് വളരുകയും ചെയ്യും. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. നാം ഗൗരവമായി ചിന്തിക്കണം. മനുഷ്യനെ ബഹുമാനിച്ച് അവനെ മനുഷ്യനാക്കിയിട്ട് അല്ലാഹു പറയുന്ന ഒരു വാക്ക് വളരെ ഗൗരവമാണ്. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. ബസർ, ഈ 2 കാര്യത്തെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മറ്റൊന്നുമില്ല. ഒന്ന്, കേൾക്കപ്പെടേണ്ടതിനെ കേൾക്കുക. 2, കാണപ്പെടേണ്ടതിനെ കാണുക. വിമർശിക്കപ്പെട്ടതും ഈ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ. മനുഷ്യന്റെ ഹൃദയത്തിന് സീൽ വെച്ചു, അല്ലാഹു സീൽ വെച്ചു. എന്തുകൊണ്ട്? അവന്റെ കണ്ണ്, വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ. അവന്റെ കണ്ണും അവന്റെ ചെവിയും യഥാർത്ഥമായി അവൻ ഉപയോഗപ്പെടുത്തിയില്ല. വളരെ ഗൗരവമായി ചിന്തിക്കണം. മനുഷ്യനെ നന്നാക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ത്? ഇതിൽ കാണപ്പെടേണ്ട കാര്യമുണ്ട്, കാണപ്പെടേണ്ട വ്യക്തിയുണ്ട്. കേൾക്കപ്പെടേണ്ട വസ്തുവുണ്ട്, കേൾക്കപ്പെടേണ്ട വ്യക്തിയുണ്ട്. വസ്തുവിനേക്കാൾ പ്രധാനം വ്യക്തിയാണ്. എന്തുകൊണ്ട് വ്യക്തിക്കാണ് പ്രാധാന്യമുള്ളത്? വ്യക്തിക്കല്ല വസ്തുവിനാണ് പ്രാധാന്യമുള്ളതെങ്കിൽ, കേവലമുള്ള ശരീരത്തിനാണ് പ്രാധാന്യമുള്ളതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 1,24,000 അമ്പിയാക്കൾക്ക് പകരം 1,24,000 കിതാബുകൾ ഇറക്കേണ്ടതായിരുന്നു. അത് ചെയ്തില്ല. കേവലം 4 ആൾക്ക് 7 കൊടുത്തു, 4 ആൾക്ക് കിതാബ് കൊടുത്തു. 10 പോലും വന്നില്ല, ആഹാരം കൊടുക്കി. വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം, ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യനെ മനുഷ്യനാക്കുന്ന പ്രധാനപ്പെട്ട ഘടകം വ്യക്തികളാണ്. കാണപ്പെടേണ്ട വ്യക്തി, കേൾക്കപ്പെടേണ്ട വ്യക്തി. ബഹുമാനപ്പെട്ട ഖിബില മാറ്റി ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് കഅബയിലേക്ക് മാറ്റിയപ്പോൾ ചില ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവിടെ അവരെ വിമർശിച്ചുകൊണ്ട് അല്ലാഹു നൽകിയ വാക്ക് പരിശുദ്ധ സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്. വമാ ജഅൽനൽ ഖിബ്ലത അല്ലതി കുൻത അലൈഹ
إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه. രണ്ടും നല്ലതാണ്. അംഗീകരിക്കപ്പെടേണ്ട, കാണപ്പെടേണ്ട, കേൾക്കപ്പെടേണ്ട വസ്തുവാണ് ബഹുമാനപ്പെട്ട കഅബ. കാണപ്പെടേണ്ട, കേൾക്കപ്പെടേണ്ട വ്യക്തിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഭൂരിഭാഗം ആളുകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് വസ്തുവാണെന്ന് മനസ്സിലാക്കി അവരെ വിശുദ്ധ ഖുർആൻ വിമർശിച്ചു പറഞ്ഞു. വ്യക്തിക്കാണ് പ്രാധാന്യം, കഅബാലയത്തേക്കാൾ പ്രാധാന്യം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. وإن كانت لكبيرة إلا على الذين هدى الله. ഹിദായത്തിന്റെ മാനദണ്ഡമായി ബഹുമാനപ്പെട്ട ഫാത്തിഹ പറഞ്ഞത് ഏതെങ്കിലും ഗ്രന്ഥം വായിക്കാനല്ല, പകരം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. ഈ അൻഅംത അലൈഹിം എന്ന വിഭാഗം മനുഷ്യരിൽ പ്രവേശിക്കുക കണ്ണിലൂടെയും ചെവിയിലൂടെയുമാണ്. ഫജഅൽനാഹു സമീഅൻ ബസീറാ. വളരെ മർമ്മമായ കാര്യമായി ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. കാണേണ്ടവരെ കാണുകയും കാണേണ്ടവരെ കാണുകയും കേൾക്കേണ്ടവരെ കേൾക്കുകയും ചെയ്യുക. ബഹുമാനപ്പെട്ട ലോകം മുഴുവനും നന്നാക്കാൻ വേണ്ടി അല്ലാഹു നിയോഗിച്ച ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തേക്ക് പരിശുദ്ധ ഖുർആൻ കയറ്റി അയക്കുകയല്ല ചെയ്തത്. നാം ചിന്തിക്കുക, അല്ലാഹുവിന്റെ ഹബീബ് എന്ത് ചെയ്ത്? അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് ഒരു പരിശുദ്ധ ഖുർആന്റെ മുസ്തഹഫ് കയറ്റിവിട്ട ചരിത്രം ഇല്ല. പകരം എന്താ ചെയ്തത്? തന്റെ സ്വഹാബത്തിനെ കയറ്റിവിട്ടു. ഖുർആൻ കൊണ്ട് ഉൾക്കൊണ്ട് വ്യക്തികളെ കയറ്റിവിട്ടു. എന്നിട്ട് അവർക്ക് നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തു. എന്റെ സ്വഹാബികൾ നക്ഷത്രങ്ങളെ പോലെയാണ്, അവരെ പിൻപറ്റുക. ഇവിടെ വഹാബിയത്തിന് പിഴവ് പറ്റി. വഹാബിയത്തിന്റെ കോളേജിലെ പ്രൊഫസറായിരുന്നു ചേകനൂർ. നിസ്കാരം പഠിച്ചത് ഖുർആനിൽ നിന്നാണ്. പറ്റിപ്പോയി തെറ്റ്. സത്യത്തിൽ നിസ്കാരം ഖുർആനിൽ നിന്ന് പഠിക്കാനല്ല കൽപ്പന. ഗ്രന്ഥം പോലും വ്യക്തിക്ക് ശേഷമേ ഉണ്ടാകൂ. വ്യക്തിക്കാണ് പ്രധാനം. സയ്യിദ്ന ഇബ്രാഹിം 4000 കൊല്ലം മുമ്പ് മക്കായിൽ ഗ്രന്ഥം ഇറങ്ങാനല്ല ഒന്നാമതായി പ്രാർത്ഥിച്ചത് റബ്ബനാ വബഅത് ഫീഹിം റസൂലാ. റബ്ബനാ വബഅത് ഫീഹിം റസൂലാ. അല്ലാഹുവേ, നീ ഒരു മനുഷ്യനെ ഇവിടെ ഇറക്കിത്തരണം. യത്ലു അലൈഹിം ആയാതിക. വബഅത്തിന്റെ ഫാഇൽ അല്ലാഹു, യത്ലുവിന്റെ ഫാഇൽ സ്വാഭാവികം മുഹമ്മദ് മുസ്തഫ. മർമ്മം വ്യക്തിയാണ്, കാണേണ്ട വ്യക്തിയാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅത ഫീഹിം റസൂലാ. അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് നൽകിയ പ്രാധാന്യം ഏറ്റവും വലിയ അനുഗ്രഹം ഖുർആനല്ല, ഏറ്റവും വലിയ അനുഗ്രഹം വ്യക്തിയാണ് മുഹമ്മദ് മുസ്തഫ. മനുഷ്യൻ നന്നാകാൻ ഒറ്റ വഴിയുള്ളൂ. കാണേണ്ട ആളുകളെ കാണുക, കേൾക്കേണ്ട ആളുകളെ കേൾക്കുക, ബസ്. അതല്ലാതൊരു വഴിയില്ല. വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. അതില്ലെങ്കിലോ നരകാവകാശിയാവും. മുനാഫിഖ് നിസ്കരിച്ചു, എന്തെന്താ ചെയ്തത്? അല്ലാഹു അവരെ നിസ്കാരത്തെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞു. ഖുർആനിൽ അവസാനം നിസ്കാരത്തെ പറ്റിയുള്ള ആയത്ത് വിമർശിച്ചു പറഞ്ഞതാണ് ഫവൈലുൽ ലിൽ മുസല്ലീൻ. അതിനുശേഷം നിസ്കാരത്തെ പറ്റി ഒരു ആയത്ത് ഇല്ല, ഉണ്ട്, പക്ഷെ സാധാരണ നമസ്കാരമല്ല. അത് ബലിബൽ നമസ്കാരം. അപ്പൊ അവസാനത്തെ സാധാരണ നമസ്കാരത്തിലെ അവസാനത്തെ ആയത്ത് മാഊനി. ഇവരുടെ പ്രശ്നം എന്താ? അവർ നരകത്തിലേക്ക് നിസ്കരിച്ചു. എന്നവരുടെ പ്രശ്നം അവർ കാണേണ്ട ആളെ കാണേണ്ടതുപോലെ കണ്ടില്ല. മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറ, മുഹമ്മദ് മുസ്തഫ. കാണേണ്ട ആളെ കാണേണ്ടതുപോലെ കണ്ടില്ല. കാണേണ്ട ആളെ കാണേണ്ടതുപോലെ കണ്ടവരെ പിൻപറ്റിയില്ല. ഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ് ഖാലൂ അനുഅ്മിനു കമാ ആമന സുഫഹാ. കാണേണ്ട ആളെ കാണേണ്ടതുപോലെ കണ്ടില്ല.
കേൾക്കേണ്ട ആളെ കേൾക്കേണ്ടതുപോലെ കേട്ടില്ല, കാണേണ്ടതുപോലെ കാണേണ്ട ആളെ കാണേണ്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്തവരെ പിൻപറ്റിയില്ല, പിൻപറ്റിയവരെ വിട്ടിയാക്കി. وإذا قيل لهم آمنوا كما آمن الناس قالوا أنؤمن كما آمن السفهاء. അപ്പോൾ സ്വർഗത്തിന്റെ മാനദണ്ഡം ഇതുമാണ്. കാണേണ്ടവരെ കേൾക്കുക, കേൾക്കേണ്ടവരെ കേൾക്കുക. മാലപ്പാട്ട്, ബദർമാല, മൗലിദ്, ഇതിന്റെ എല്ലാം ആധാരം അടിസ്ഥാനപരമായി ഇതാണ്. ചിലരെ ഇതുകൊണ്ട് ഉപയോഗപ്പെടുത്താൻ ദുനിയാവിൽ കഴിയൂല, അപ്പോൾ ഇതുകൊണ്ട് ഉപയോഗപ്പെടുത്തും. ഇതുകൊണ്ട് ഉപയോഗപ്പെടുത്തിയാലോ? ഇതുകൊണ്ട് ഉപയോഗപ്പെടുത്തും. മാല, മൗലിദ്, ബദർബൈത്ത്, ബദർമാല, ഇത് ഉപയോഗപ്പെടുത്തിയാലേ ഇത് ഉപയോഗപ്പെടൂലെങ്കിലും ഇവിടെ ഒരു കണ്ണുണ്ട്. ഇക്കണ്ണ് പോത്തിൻ്റെതാണ്, ഇക്കണ്ണ് ബസറിൻ്റെതാണ്. ഇതാണ് ബസറിന്റെ കണ്ണ്. ഇത് ഹയവാന്റെ കണ്ണ, ഇത് ബസറിന്റെ കണ്ണ. ബസറിന്റെ കണ്ണ് തുറക്കും. മനുഷ്യൻ കേൾക്കേണ്ടതുപോലെ കേട്ടാൽ കാണേണ്ട ആളെ കാണേണ്ടതുപോലെ കാണും. കണ്ടാൽ പുറംകണ്ണിൽ കാണേണ്ടതുപോലെ കണ്ടാലും അകംകണ്ണിൽ കാണേണ്ടതുപോലെ കണ്ടാലും സ്വർഗത്തിൽ കിടക്കും. മുത്തു മുഹമ്മദ് മുസ്തഫ നിസ്കരിച്ചവന് സ്വർഗം ഉറപ്പാണ് എന്നൊരായത്ത് ഖുർആനിലില്ല. നിസ്കരിച്ചവനെ ഇതുണ്ടെങ്കിൽ കാണേണ്ടതുപോലെ കേൾക്കേണ്ടതുപോലെ കാണേണ്ടവരെയും കേൾക്കേണ്ടവരെയും കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിസ്കാരം സ്വീകരിക്കും. ഇല്ലല്ലോ, നിസ്കാരം നരകത്തിലേക്ക്. എന്നാലോ കാണേണ്ടവരെ കണ്ടാലേ അങ്ങോട്ട് കാണേണ്ടതില്ല. ഇബാദത്തിന്റെ മനസ്സോടെ നമ്മൾ അവരെ മുന്നിൽ നിന്ന് ഇങ്ങോട്ട് കണ്ടാൽ മതി. അള്ളാഹുവിന്റെ ആരിഫ്യങ്ങൾ, അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, അവര് നമ്മളെ കണ്ടാൽ നമ്മൾ അവർക്ക് വഴിപ്പെടുന്ന ഒരു മനസ്സോടുകൂടെ നിന്നാൽ മതി. എന്നാലും ഞാൻ അവരൊന്ന് നന്നായി ഒരു നോക്ക് നോക്കൂകിൽ അതിനാൽ വലിയ കൊടുത്തോവർ വേണ്ടിയിട്ടുവല്ലോരു വസ്തുവിനെ നോക്കൂകിൽ വേണ്ടിയ വണ്ണം അതിനെ ആക്കുന്നോവർ അപ്പോൾ കുലംബുക്ക് പുതിയ ഇസ്ലാമീനെ അബ്ദാലന്മാരാക്കി കൽപ്പിച്ചു വിട്ടോവർ. ആരാളിയാള് കാണേണ്ടതും കേൾക്കേണ്ടതുമായ ആളാണ് അശീഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. ഇതിന് പ്രാധാന്യം കൊടുത്ത ആളാണ്. ഇതിന് പ്രാധാന്യം കൊടുത്തിട്ടേ ഇല്ല. ഹൈവാനിയത്തിന് പ്രാധാന്യം കൊടുത്തില്ല, ബശരീയത്തിനാ പ്രാധാന്യം കൊടുത്തത്. ഹൈവാനിയത്ത് തീറ്റയാണ്, തീറ്റക്ക് ഒരു പ്രാധാന്യം കൊടുത്തില്ല. ഊണും ഊറക്കമ്മൊന്നുമേ കൂടാതെ ഒരണ്ടു കാലം പോട്ട് നടന്നോവർ 25 ചുറ്റി നടന്നോവർ ഇരിയന്നേകൾക്ക് താരെ ഇരുന്നോവർ നലവേറും ഐഷ തൊഴുതൊരുവാലെ 40 ചാണ്ടോളം തൊഴുന്നോവർ. വഹാബിക്ക് ഖുർആൻ മനസ്സിലായതേയില്ല. ഖുർആൻ ആദ്യത്തെ സൂറത്തിൽ തന്നെ പറഞ്ഞത് സിറാത്തുല്ലദീന അൻഅംത അലൈഹിം എന്നാണ്. എന്താണ് ഈ അൻഅംത അലൈഹിം? ഈ അൻഅംത അലൈഹിം ഒരു വ്യക്തിയിൽ പ്രവേശിക്കുക ഒന്നുകിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ, മൂന്നാമത്തെ റൂട്ടില്ല. ഇങ്ങനെ പ്രവേശിക്കാൻ കഴിയില്ല, നമ്മൾ അവരെ കാലക്കാരല്ല. പിന്നെ ഇങ്ങനെ പ്രവേശിക്കണം, അതാണ് മാല, അതാണ് മൗലൂദ്. ഫാത്തിഹ സൂറത്ത് തന്നെ തിരിയില്ല വഹാബിക്ക്. പിന്നെന്തോ ബാക്കിയുള്ള സൂറത്ത്. വഹാബിയുടെ 3 സ്വാംഗികളായ തബ്ലീഗുകാർക്കെതിരെയില്ല. വഹാബിയേക്കാൾ അപകടകാരിയാണ് തബ്ലീഗുകാര്. തെക്കൻ മലബാർ, തെക്കൻ കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാസമ്മേളനം ഇവിടുത്തെ തബ്ലീഗിനെ പുറത്ത് സാധിക്കാൻ ഉപകരിക്കണം. അവർ കള്ളന്മാരാണ്. അല്ലാഹുവിന്റെ ദീനിനെ, പരിശുദ്ധ ദീനിന്റെ മാർഗത്തെ ഒഴിവാക്കിയതാണ്. മുജദ്ദിദാക്കളെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ത് മുജദ്ദിദ്? ഹിജ്റ 600 ശേഷമുള്ള മുസ്ലിമീങ്ങൾ മുഴുവൻ കാഫിറാണെന്ന് പറഞ്ഞവനാണ് അയാൾ.
ഹിജ്റ 1125 അയാൾ വന്നിട്ട് 1115 അയാൾ രംഗത്ത് വന്ന് അയാൾ ജനിച്ച് രംഗത്ത് പ്രായപൂർത്തിയായതിനു ശേഷം രംഗത്ത് വന്നിട്ട് ഹിജ്റ 1126 മക്കയിൽ ഹജ്ജ് ചെയ്യാൻ വേണ്ടി അക്കാലത്തെ ഭരണാധികാരിയായ മസ്ഊദ് ബിൻ സഈദ് ബിൻ സഈദ് എന്ന ഭരണാധികാരി ഉണ്ടായിരുന്നു മക്കയിൽ. ആ മക്കയിലെ ഭരണാധികാരിയോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അക്കാലത്തെ ആരിഫ്യങ്ങളോട് മസ്ഊദ് ബിൻ സഈദ് അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞു, അവൻ സ്വാലിഹീങ്ങൾ കാഫിറാക്കിയവനാണ്, അവന് മക്കയിൽ പ്രവേശനം ഇല്ല. ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാണ് വഹാബികൾ മക്കയിൽ പ്രവേശിക്കുന്നത്. ഹിജ്റ 1120, ഹിജ്റ 1220, ഹിജ്റ 1206 മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് മരണപ്പെട്ടു. അയാൾ മരിച്ചിട്ട് പിന്നെ 14 കൊല്ലം വഹാബികൾക്ക് അനുവാദമുണ്ടായില്ല. രക്തച്ചൊരിച്ചിലൂടെയാണ് അവർ വന്നത്. പക്ഷേ 1227 വീണ്ടും സുന്നത്തുമായത്തിന്റെ ആലിമീങ്ങൾ അവരെ പുറത്താക്കി. നിങ്ങൾ ചിന്തിക്കണം, ഇവരം ഈ വഹാബിയത്തിന്റെ തെറ്റിദ്ധാരണ അംഗീകരിക്കുകയാണ്. നിസ്കരിക്കുകയാത്രേ, താടി വളർത്തുകയാത്രേ. താടി വളർത്തുകൾ എന്റെ പണിയല്ല, അത് പഠിച്ചോന്റെ പണിയാ. താടി വളർത്തൽ മനുഷ്യന്റെ പണിയല്ല. താടി വഴി പണത്തിൽ അള്ളാന്റെ പണിയാണ്. മനുഷ്യന്റെ പണിയല്ല ഈ മണ്ണാക്കുക, നോമ്പ് നോക്കുക. താടി മോശം നീ പറഞ്ഞ അർത്ഥമില്ല. നല്ലൊരു നന്നാക്കിയാ നല്ലൊരു നല്ല പോലെ വളർത്തിയാ സ്വർഗം കിട്ടും. നല്ലൊരെങ്കിലോ അല്ലെങ്കിലോ കിഷൻ സിംഗ് സുർജിത്ത് കാര്യമുണ്ടെടുത്താൽ സ്വർഗത്ത് പോവാണെങ്കിൽ ആദ്യം പോവുക കിഷൻ സിംഗ് സുർജിത്തിരിക്കും. ആചാര്യ താടി രാജ്യം കണ്ടിട്ടില്ല. അപ്പൊ ദീനെന്താ? ദീനെന്ന് പറഞ്ഞാല് കുറെ ഉറുണ്ടാക്കാൻ, നിസ്കരിക്കുക, കുറെ ഏറ്റമുക്കുക, വലിയ പാത്രത്ത് തിന്നുക, വലിയ കക്കൂസ് ചൂറുക, തിന്നല്ല ദീന്. എന്നാല് 2 അവയവം ഉപയോഗപ്പെടുത്താം. കേൾക്കേണ്ടവരെ കേൾക്കുക, കാണേണ്ടവരെ കാണാൻ. അതന്നെ. ചിലരെ കാണാൻ നമുക്ക് കഴിയില്ല, കാരണം അവരെ സമാനം നമ്മളെ സമാനം അവരുണ്ടാവും. അപ്പോൾ അവർ നമ്മൾ കേൾക്കും, ഇതിലെ കേൾക്കും, ബദിരങ്ങളെ കേൾക്കും. ഇത് പഠിച്ച വഹാബിക്ക് ഖുർആൻ അറിയുകയില്ല, അറിയില്ല. പിന്നെ ബാക്കിയുള്ളത് 2 അവയവേ ചോദ്യം ചെയ്യുള്ളൂ. എന്തേ കാലിനെ ചോദിക്കുന്നു, കൈയിനെ ചോദിക്കുന്നു പറയാഞ്ഞു. എന്തേ കാലിനെ ചോദിക്കുന്നു പറയാഞ്ഞു. എന്തേ പള്ളനെ ചോദിക്കുന്നു പറഞ്ഞു. എന്തേ ഈ അപകടകാരിയല്ലേ ലൈംഗികാവയവം. ഇന്നഹു കാന ഫാഹിഷത്തൻ സബീല. മുണ്ടിനുള്ളിൽ മറച്ചുകൊണ്ടിറക്കണ സാധനത്തിനെ വരെ ചോദിക്കുന്നു പറഞ്ഞില്ല. ഇന്ന സമ്മ والبصر والفؤاد كل أولئك كان عنه مسؤولا. കേൾക്കേണ്ടവരെ കേട്ടാൽ നന്നാവും, കാണേണ്ടവരെ കണ്ടാൽ നന്നാവും. ചിലരെ കാണാൻ കഴിയില്ല, കാലം അകല. ഇതിലെ കേൾക്കും, അപ്പോൾ ഇവിടെ കാണും. ഇവിടെ ഉണ്ടൊരു കണ്ണ്, അകക്കൺ തുറന്നൊന്ന് നോക്കിക്കേടാ. ഉത്സാഹമോട്ട വങ്ങാമോ പൊട്ട പൊട്ടാമി മുൻപുള്ളി പിൻചോര കട്ട പിന്നെ നീ കാൽക്കംസു മണ്ണോരു കൊട്ട. ചത്താലോ ചപ്പറ്റാലോ ചത്ത ചകാമല്ലേ പൊട്ട പറഞ്ഞുടൽ കേൾപ്പോ പൂമാനം പൊട്ട. നട്ടാൽ പുല്ലെന്നെ വിളയുമോ പൊട്ട നാരായം വിട്ടാസ് ചുറ്റുമോ പൊട്ട. ആയ പൊട്ടൻ ആയുസ് മുഴുവൻ തിന്നടന്നവൻ, ആയുസ് മുഴുവൻ കുടിച്ചിടന്നവൻ. കുടിച്ചതുകൊണ്ടും തിന്നുകൊണ്ടും തന്നാവുക നിറയ കക്കൂസാണ്. കക്കൂസായിട്ട് ഒരു കാര്യമല്ല, കക്കൂസിന് ചോർക്കുണ്ടാവും. പുറമെടുക്കല്ലേ കക്കൂസിനുള്ളൊരു ഇതിലെ കേറിയിട്ടില്ലെങ്കിൽ
ഇതിലെ കയറും. ഇതിലെ കയറിയാൽ താഴേക്ക് പോയാലും നാളും മേലെ പോന്നാലും നാളും. നേരെ പക്ഷോ ഇതിലെ കയറ്റിയാൽ നന്നാവും. ഇതിലെ കയറിയ ഇവിടെ നിറയും. ഇവിടെ പിന്നെ നോക്കിയാൽ മതി കള്ളനെ. ഇവിടുത്തെ ആളെ നോക്കണം. ഇതിലെ നല്ലൊരു കയറിയിട്ട് പിന്നെ കള്ള ഇവിടെ വരുന്നത് നോക്കണം. ഖുർആൻ അവസാനിപ്പിച്ചു റബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. എല്ലാ പ്രഭാഷണങ്ങളുടെയും അന്തകനായ ബഹുമാനപ്പെട്ട ബല്യനെ ഞാൻ ബഹുമാനിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.